കർത്താവിന്റെ പരിശുദ്ധനാമം ഈ സന്ധ്യാകാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രേക്ഷകർ, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ളതായ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് സന്ധ്യയിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവം നാം പിന്നെയും ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. കോട്ടയം ചിങ്ങമനത്തുനിന്ന് കർത്താവിന്റെ ദാസൻ സയ്യിദ് ഇബ്രാഹിം കർത്താവിന്റെ ദാസിനെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. എന്തുകൊണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിരിക്കുന്നത്? ഓക്കെ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്വർഗീയപിതാവേ, ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ട കർത്തൃഭൃത്യന്റെ ജീവിതാനുഭവങ്ങൾ ദൈവമേ കേൾവിക്കാർക്ക് കർത്താവിലേക്ക് അടുക്കുന്നതിന് അത് കാരണമാകണമേ. അതേ ഒരുവനെങ്കിലും ഈ സാക്ഷ്യം മുഖാന്തരം ക്രിസ്തുവിലേക്ക് കടന്നു വരുവാനുള്ള മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കിയാട്ടെ. ഈ സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള സമയങ്ങളൊക്കെ കർത്താവിന്റെ ദാസനുള്ളതാണ്. ജീവിതാനുഭവങ്ങൾ നമ്മുടെ മാന്യ പ്രേക്ഷകരുടെ അനുഗ്രഹത്തിനായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ. ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സിയാദ് മുഹമ്മദ് ഇബ്രാഹിം എന്നാണ്. എൻ്റെ സ്വന്തം ദേശം കോട്ടയമാണ്. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് കോട്ടയത്തിനടുത്ത് ചിങ്ങവരം എന്ന് പറയുന്ന ടൗണിന് സമീപത്താണ് താമസിക്കുന്നത്. ഞാനും വൈഫും മോനും ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായി കർത്താവിൻ്റെ അനുഗ്രഹീതമായ വേലയിൽ ആയിരുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയ കർത്താവിൻ്റെ ദാസനോട് പ്രത്യേകമായി എൻ്റെ നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രോഗ്രാം അനേകർക്ക് ആശ്വാസകരമായി തീരട്ടെ എന്നും കർത്താവിന്റെ നാമം ഈ ചാനലിലൂടെ മഹത്വപ്പെടട്ടെ എന്നും അനേകർക്ക് ആശ്വാസമായി തീരട്ടെ എന്നും അനേക ദേവദാസന്മാരെയും ദൈവമക്കളെയും പരിചയപ്പെടുത്തുവാനുള്ള അവരുടെ സാക്ഷ്യങ്ങൾ പ്രസ്താവിപ്പാനുള്ള അനുഗ്രഹീതമായ പ്ലാറ്റ്ഫോമായി തുറന്നു ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി പറയുന്നു. എൻ്റെ പേര് കേൾക്കുമ്പോൾ അറിയാം, ഞാനൊരു ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു മനുഷ്യൻ. ഞാൻ പറഞ്ഞ പോലെ സ്വന്തം ദേശം കോട്ടയമാണ്. എൻ്റെ വാപ്പയും ഉമ്മയും വിവാഹത്തിന് ശേഷം കോട്ടയത്ത് കടുവാക്കുളം എന്ന് പറയുന്ന ഭാഗത്ത് താമസിക്കുവാനായി കടന്നു വന്നു. അന്ന് അവിടെ കടുവാക്കുളം എന്ന് പറയുന്ന കോട്ടയത്തിനടുത്തുള്ള ആ ഗ്രാമത്തിൽ മുസ്ലിങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. നിറയെ കത്തോലിക്കർ തിങ്ങി പാർത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു കടുവാക്കുളം. അവിടെ ഒരു ഭവനമാണ് എൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കുമായി തുറന്നു കിട്ടിയത്. ആ ഭവനത്തിൽ ദീർഘവർഷം ആ കത്തോലിക്ക ഭവനത്തിന്റെ ഒരു പോർഷനിൽ എൻ്റെ വാപ്പയും ഉമ്മയും താമസിച്ചു. അവിടെ വെച്ചാണ് ഞാൻ രണ്ടാമനായി ജനിക്കുന്നത്. എനിക്ക് 2 സഹോദരിമാരാണുള്ളത്. അങ്ങനെ എൻ്റെ ചെറിയ പ്രായത്തിൽ, നല്ല പ്രായത്തിൽ, ബാല്യകാലം ഏതാണ്ട് മുഴുവൻ സമയവും ആ ഭവനത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ താമസിക്കുമ്പോൾ അവിടെയുള്ള കത്തോലിക്കരായിരിക്കുന്ന ചെറുപ്പക്കാരുമായി എൻ്റെ വാപ്പയും എൻ്റെ അപ്പാപ്പനും ഒക്കെ സംസാരിക്കുന്നത് ധാരാളമായി കേൾക്കുവാനുള്ള അവസരങ്ങളുണ്ടായി. പലപ്പോഴും ഞങ്ങളുടെ വീട് ഒരു ക്രൈസ്തവ ഇസ്ലാം സംവാദത്തിന്റെ വേദിയായി പലപ്പോഴും മാറുമായിരുന്നു. ചെറുപ്പം മുതൽ ഞാനത് കേട്ടാണ് വളർന്നത്. അവിടെ കടന്നു വരുന്ന കത്തോലിക്കരായിരിക്കുന്ന സുഹൃത്തുക്കൾ എൻ്റെ വാപ്പയോടും ഉമ്മയോടും അപ്പാപ്പനോടും ഒക്കെ യേശു ദൈവമാണ് എന്ന് അവർ പറയും. പക്ഷേ എൻ്റെ വാപ്പയ്ക്കും എൻ്റെ ഉമ്മയ്ക്കും ഒന്നും അത് അംഗീകരിക്കാൻ കഴിയും. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് യേശു ഒരിക്കലും ദൈവമല്ല, ഒരു സൃഷ്ടിയോ
ഒരു പ്രവാചകനോ എന്നതിനപ്പുറം ഒരു ദൈവമായി അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും കഴിയില്ല. അത് പാപമാണ്, അത് ശിർക്കാണ്, അത് ബഹുദൈവ ആരാധനയുടെ ഭാഗമായി മാറും എന്ന് പഠിച്ച ഒരു കുടുംബമായിരുന്നു എൻ്റെ. അതുകൊണ്ട് തന്നെ യേശു ദൈവമാണെന്ന് ആ കത്തോലിക്കരായിരിക്കുന്ന സുഹൃത്തുക്കൾ പറയുമ്പോൾ യേശുവിന്റെ ദൈവത്വത്തെ ശക്തമായി എൻ്റെ വാപ്പയും ഉമ്മയും എതിർക്കും. അവർ പറയും യേശു ഒരിക്കലും ഒരു ദൈവമല്ല എന്ന് എൻ്റെ വാപ്പയും ഉമ്മയും അവർ പറയും. അപ്പോൾ യേശു ദൈവമല്ല എന്ന് എൻ്റെ വാപ്പയും ഉമ്മയും അവരോട് പറയുമ്പോൾ യേശു ചെയ്ത ഓരോ കാര്യങ്ങളെയും അവർ ചൂണ്ടിക്കാണിക്കുവാൻ തുടങ്ങും. അവർ പറയും, ആർത്തിരമ്പുന്ന സമുദ്രത്തിന്മീതെ തങ്കപദങ്ങൾ അവിട്ടിച്ചമർത്തി നടക്കുന്ന യേശു, ആർത്തിരമ്പുന്ന സമുദ്രത്തെയും ആഞ്ഞിരിക്കുന്ന കടൽ കാറ്റിനെയും അമരുക എന്ന അല്പാക്ഷരം കൊണ്ട് ശാന്തമാക്കുന്ന യേശു, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച മഹാദൈവമാണ് എന്ന് അവര് എൻ്റെ വാപ്പയോട് ഉമ്മയോട് പറയും. യേശുവിന്റെ അരികിൽ വരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് തന്റെ സാന്നിധ്യം കൊണ്ടും തന്റെ സാമീപ്യം കൊണ്ടും തന്റെ ശക്തമായ വചനം കൊണ്ടും അനേകർക്ക് സൗഖ്യം നൽകിയ യേശു, സർവ്വരോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ കഴിയുന്ന മഹാദൈവമാണ്, മഹാവൈദ്യനായ ദൈവമാണ് യേശു എന്ന് എൻ്റെ വാപ്പയോട് ആ കത്തോലിക്കരായിരിക്കുന്ന സുഹൃത്തുക്കൾ പറയും. അങ്ങനെ യേശു ചെയ്ത ഓരോ അത്ഭുതങ്ങളെ കുറിച്ചും അവർ പറയും. ഒടുവിൽ അവർ പറയും, നൂറുകണക്കിന് പ്രവാചകന്മാരും നിരവധി പ്രപഞ്ച പരിഷ്കർത്താക്കളും ധാരാളം വിപ്ലവകാരികളുമെല്ലാം മരണം കൊണ്ട് അവസാനിച്ചപ്പോൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരുവൻ മാത്രമേ ഈ ലോകത്തിലുള്ളൂ, അത് കർത്താവായ യേശുവാണ് എന്നവർ പറയും. ലോകത്തിലെ മഹാന്മാരൊക്കെയും മരിച്ചു പോയിട്ടുണ്ട്, പ്രവാചകന്മാർ മരിച്ചു പോയിട്ടുണ്ട്, നിരവധി രാജാക്കന്മാരും സാമ്രാട്ടുക്കളും വിപ്ലവകാരികളും മരണം കൊണ്ട് അവസാനിച്ചിട്ടുണ്ട്. അവരുടെ സ്മാരകമായി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ശവക്കല്ലറകൾ പണിയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യേശുവിന്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. ആ കല്ലറ പരിശോധിച്ചാൽ യേശുവിന്റെ ശരീരത്തിന്റെ ഒരു ബാക്കി ഭാഗവും കിട്ടില്ല. ശാസ്ത്രീയമായി എത്ര പരിശോധിച്ചാലും കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ പറയും. അപ്പോൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു മഹാദൈവമാണ് എന്ന് എൻ്റെ വാപ്പയോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും ആ കത്തോലിക്കരായിരിക്കുന്ന സ്നേഹിതർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും ആ ചർച്ച കേൾക്കുവാനുള്ള അവസരം എനിക്കുണ്ടായി. ഇതെല്ലാം കേട്ടുകൊണ്ട് ഞാൻ ഇരിക്കുമ്പോൾ അവര് പോയി കഴിയുമ്പോൾ എൻ്റെ വാപ്പ എൻ്റെ ചുമലിൽ കൈവച്ചിട്ട് പറയും, പോലെ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ക്രിസ്ത്യാനികളാണ്. അവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്ത്യാനികളാണ്. മാത്രമല്ല അവർ കൊണ്ടു നടക്കുന്ന പുസ്തകമുണ്ടല്ലോ, അത് ശാപഗ്രസ്തമാണ്, അത് തിരുത്തപ്പെട്ടതാണ്, അതൊരിക്കലും കൈകൊണ്ട് തൊടുക പോലും അരുത്. അപ്പൊ ഞാൻ ചോദിക്കും, അതെന്താണ്? അദ്ദേഹം പറയും, ഏക സത്യ ദൈവമേ ഉള്ളൂ, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. എന്നാൽ ആ ദൈവത്തെ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവ് എന്നും ഇങ്ങനെ വികലമായിരിക്കുന്ന ഒരു സന്ദേശമാണ് ഈ ക്രൈസ്തവരായിരിക്കുന്ന ആളുകൾ ആ പുസ്തകത്തിലൂടെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആ പുസ്തകം കൈകൊണ്ട് തൊടുക പോലും അരുത് എന്ന് എൻ്റെ വാപ്പ പറയും. അപ്പോൾ ഞാനൊരു വെറുതെയായ ആളാണ് അന്നും ഇന്നും. അപ്പം ഏതെങ്കിലും ഒന്ന് അരുതെന്ന് പറയുമ്പോൾ അത് ചെയ്യുവാനുള്ള ഒരു ആഗ്രഹം എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഒരു ബൈബിൾ സംഘടിപ്പിക്കണമെന്നും വായിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു. ആ ആഗ്രഹം ഞാൻ മനസ്സിൽ കിടന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു സംഘം ആളുകൾ ഞങ്ങളുടെ സ്കൂളിലേക്ക് കടന്നു. ഗിദേൻസ് അസോസിയേഷന്റെ പ്രവർത്തകരായിരുന്നു. അവർ അന്നത്തെ കാലത്ത് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ബൈബിളുകൾ വിതരണം ചെയ്യുമായിരുന്നു. ന്യൂ ടെസ്റ്റ്മെന്റ് എനിക്കും കിട്ടിയ ഒരെണ്ണം, എല്ലാവർക്കും കൊടുത്ത പുസ്തകം എനിക്കും ഒരു പുസ്തകം കിട്ടി. ഞാൻ ഇന്ന് ഓർക്കുന്നു, നല്ല ചുവന്ന ബൈൻഡിട്ട ഒരു മനോഹരമായ പുതിയ പുസ്തകം. എനിക്ക് പുസ്തകത്തിന്റെ ലീഫിന്റെ ഗന്ധം എനിക്കിഷ്ടമാണ്, അതിന്റെ ഇതളുകളുടെ ഗന്ധം എനിക്കിഷ്ടമാണ്. ഇതറിയുവാൻ വേണ്ടി ഈ പുസ്തകം ഞാൻ എൻ്റെ മൂക്കോട് അടുപ്പിച്ച് കൊണ്ടുവരണം. അതിന്റെ സുഗന്ധം എനിക്കിഷ്ടമാണ്. മാത്രമല്ല ആ പുസ്തകത്തിന്റെ ഇതളുകൾക്കിടയിലൂടെ കൃപയുടെ ചോരച്ചാലെന്ന വണ്ണം ഊർന്നിറങ്ങുന്ന ചുവന്നൊരു വണ്ണം എന്റെ ഹൃദയത്തെ വല്ലാതെ ആകർഷിച്ചു. ഈ പുസ്തകം ഞാൻ ഇങ്ങനെ കൊണ്ടു നടന്നപ്പോ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ ഈ പുസ്തകം നീ കൊണ്ട് നടക്കരുത്, നീ ഇത് വായിക്കരുത്. എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്താണ്?
അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞത്, മോനെ, ഈ പുസ്തകം കൊണ്ടു നടന്നിട്ടുള്ള ആളുകളല്ല, ഈ പുസ്തകം വായിച്ചിട്ടുള്ളവരെല്ലാം നസ്രാനികളായി പോയിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം നീ ഒരിക്കലും വായിക്കരുതെന്ന് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു. ഇത് ഞാൻ വായിക്കുന്നതും കൊണ്ടു നടക്കുന്നതും എന്റെ പിതാവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ, ഈ പുസ്തകം നീ കൊണ്ടു നടന്നാൽ, നീ ഇത് വായിച്ച, നീ ഒരു കാഫറായിത്തീരും, നീ ഒരു ശാപഗ്രസ്തനായിത്തീരും, ഇഹത്തിലും പരത്തിലും നിനക്കൊരു നന്മയുമില്ലാതെ നീ മരിക്കും. നീ കോട്ടയം പട്ടണത്തിന്റെ തെരുവിൽ മരിച്ചു കിടന്നാൽ നിന്റെ മയ്യത്ത് പോലും, നിന്റെ ശവശരീരം പോലും പള്ളിയിൽ സ്വീകരിക്കില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പുസ്തകം നീ വായിക്കരുത് എന്ന് എന്നോട് എന്റെ പിതാവ് കർശനമായി താക്കീത് ചെയ്തു. പക്ഷേ എനിക്ക് ആ പുസ്തകം ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും ഉറങ്ങുമ്പോൾ മെല്ലെ മുറിയിൽ കടന്ന് ഞാൻ ഈ പുസ്തകം തുറക്കും. ആ പുസ്തകം മെല്ലെ വായിക്കും. പുതിയ നിയമമാണ്. അങ്ങനെ സുവിശേഷങ്ങളിലൂടെ മെല്ലെ മെല്ലെ ഞാൻ കടന്നു പോകുവാൻ തുടങ്ങി. അങ്ങനെ സുവിശേഷങ്ങൾ വായിച്ചു. കുറെ കാലം മുന്നോട്ട് അങ്ങനെ പോയി. 10ാം ക്ലാസ്സിലേക്ക് ഞാൻ കടന്നു. എൻ്റെ പിതാവിന്റെ ചെറിയ ബിസിനസ്സുകൾക്കൊക്കെ ചെറിയ പരാജയങ്ങളൊക്കെ സംഭവിച്ചു. അദ്ദേഹം ഒരു ഭക്തനായ മനുഷ്യനായി, കളവും വഞ്ചനയും ചതിവും ഇല്ലാത്ത ഒരു മനുഷ്യൻ, രാത്രി മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ, 30 ദിവസത്തെ നോമ്പും കർശനമായി പാലിക്കുന്ന, പകൽ മുഴുവൻ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ടാവാം അദ്ദേഹത്തിന്റെ കച്ചവടമൊക്കെ പരാജയത്തിലേക്ക് വന്നു. അപ്പനെ സഹായിക്കേണ്ടത് ഒരു ബാധ്യതയായി മാറി. അങ്ങനെ വന്നപ്പോൾ ഞാൻ കോട്ടയം ടൗണിലേക്ക് ചെന്നു. നല്ല ജോലിയൊന്നും ലഭിച്ചില്ല. ഒടുവിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടി. അത് മറ്റൊന്നുമല്ല, ഓരോരുത്തരെ ഏൽപ്പിക്കുന്ന കുറ്റകൃത്യങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്ന ഒരു ക്രിമിനൽ സംഘത്തിലാണ് ഞാൻ പെടുന്നത്. പൈസയ്ക്ക് വേണ്ടി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന, തല്ലുവാനും ഉപദ്രവിക്കാനും ഒക്കെ നടക്കുന്ന ഒരു കൊട്ടേഷൻ സംഘത്തോടൊപ്പം ഞാനും ചേർന്നു. ആ ചെറിയ പ്രായത്തിൽ, 20 വയസ്സായിട്ടില്ല. അങ്ങനെ ആ ചെറിയ പ്രായത്തിൽ അവരോടൊപ്പം സഞ്ചരിച്ചു. വിവിധ സ്റ്റേറ്റുകളിലൊക്കെ കടന്നുപോയി. കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരു സംഘത്തോടൊപ്പം ഞാനും ചേർന്ന് സഞ്ചരിക്കാൻ. മദ്യവും ഒക്കെ ഒരു ശീലമായി മാറി. പലപ്പോഴും വളരെ വൈകി ദിവസങ്ങൾക്ക് ശേഷമൊക്കെ ഞാൻ വീട്ടിലെത്തുമ്പോൾ എന്റെ രൂപം കണ്ട് എന്റെ ഉമ്മ ഉച്ചത്തിൽ കരയുമായിരുന്നു. എന്റെ ശരീരത്തിലെ ചോരപ്പാടുകൾ കണ്ട് അവർ നിലവിളിക്കുമായിരുന്നു. എന്റെ തലയിൽ കൈവച്ച ഒരു പ്രാകുമായിരുന്നു, എത്രയോ മക്കൾ മരിച്ചു പോകുന്നു, നിനക്കോ മരണവുമില്ലല്ലോ, നീ മരിച്ചിരുന്നെങ്കിൽ 2 or 3 വർഷം നീണ്ടു നിൽക്കുന്ന ദുഃഖം, പിന്നെ ഞാനിത് മറന്നു പോകുമെന്ന് എന്റെ ഉമ്മ എന്നോട് പറയുമായിരുന്നു. എന്റെ പെങ്ങന്മാർക്ക് എന്റെ വസ്ത്രങ്ങൾ അലക്കുവാൻ ഭയമായിരുന്നു. ചോരപ്പാടുകൾ ഉണ്ടായി. പലപ്പോഴും വീണും പരസ്പരം തല്ലിയും ഒക്കെ ദേഹത്തുണ്ടാകുന്ന മുറിപ്പാടുകൾ, ആ ചോര എന്റെ വസ്ത്രങ്ങളിൽ ഉണ്ടായിരുന്നു. എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, നീ ഏറ്റവും ദൂരേക്ക് ടിക്കറ്റ് പൊയ്ക്കോണം, ട്രെയിനെ കയറി പൊക്കോണം, ഞാൻ മരിച്ചെന്ന് പറഞ്ഞാൽ പോലും നീ മടങ്ങി വരരുത് എന്ന് എന്റെ പിതാവ് എന്നോട് പറയുമായിരുന്നു. അത്ര നല്ല സ്വഭാവമായിരുന്നു അദ്ദേഹം. നിരവധിയായിരിക്കുന്ന കേസുകൾ, വാറണ്ടുകൾ, പലപ്പോഴും പോലീസുകാരനെ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി നിലത്ത് കിടത്തി കാലിന്റെ വെള്ളയിൽ ചൂരൽ കൊണ്ട് അടിച്ചിട്ടുണ്ട്. നിരവധിയായിട്ട് അവർ എന്നെ മർദ്ദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രിമിനലായി, ഒരു കുറ്റവാളിയായി, ഒരു കുട്ടി കുറ്റവാളിയായി അങ്ങനെ സഞ്ചരിക്കുന്ന കാലം. നിരവധിയായ കേസുകൾ, വാറണ്ടുകൾ, വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല, പോലീസുകാർ അന്വേഷിച്ച് നടക്കുക. ഒടുവിൽ കേസുകൾ രക്ഷപ്പെടുവാൻ ഒരു മാർഗം എന്താ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിച്ചു. ആര് മെമ്പർഷിപ്പ് തരും? എന്നാൽ ഒരു ചെറിയ പ്രസ്ഥാനം ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് നൽകി. ആ പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ കോട്ടയം ജില്ലയുടെ ഒരു നേതാവായി ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ അതുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. പാർട്ടിക്കകത്തും പുറത്തും ശത്രുക്കൾ, എന്നെ ഇല്ലാതാക്കുവാനുള്ള ഗൂഢമായിരിക്കുന്ന ശ്രമങ്ങൾ, വലിയൊരു ഭാരമായി പാർട്ടി പ്രവർത്തനം മാറി. സമാധാനമില്ല, അകത്തും പുറത്തും ശത്രുക്കൾ. രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല, മദ്യപിച്ചാൽ പോലും ഉറങ്ങാൻ കഴിയുന്നില്ല. തലയണക്കടിയിൽ പഴയ തുരുമ്പിച്ച വാള് കൊണ്ടുവന്ന് വെച്ച് അതിന്റെ പിടിയിൽ കരമമർത്തി പിടിച്ചുറങ്ങാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ രാത്രിയുള്ള നാളുകൾ. ഒരു കരിയിലയുടെ അനക്കം കേട്ടാൽ, ഒരു നായ് കുരച്ചാൽ ആരോ കൊല്ലാൻ വരികയാണ് എന്നുള്ള ഭയത്തോടെ ഞെട്ടിയുടർന്ന ആ കാലഘട്ടങ്ങൾ. ഒടുവിൽ ജീവിതം കേസുകളും പ്രശ്നങ്ങളും വാറണ്ടുകളും വേറെ ജീവിതം പഠിച്ചു. മരിക്കുവാൻ ആഗ്രഹിച്ചു. ഞങ്ങളുടെ നാട് അക്ഷര നഗരമാണ്, സാക്ഷര നഗരമാണ്, രാഷ്ട്രീയ നഗരമാണ്, ആത്മീക നഗരമാണ് കോട്ടയം. അവിടെ മരിക്കാനും ധാരാളം അവസരങ്ങളും. എങ്ങനെ മരിക്കണമെന്നായി ചിന്ത. ഒരു രാത്രിയിൽ
ഞാനും എൻ്റെ ഒരു സുഹൃത്തും, എൻ്റെ ബന്ധുവായ എൻ്റെ ഒരു സുഹൃത്തും, ഞങ്ങൾ രണ്ടുപേരും നന്നായി മദ്യപിച്ച് കോട്ടയത്ത് നിന്നും വീടിനടുത്തുള്ള കടുവാക്കുളത്തിനടുത്തുള്ള ഓവർബ്രിഡ്ജിന്റെ അടിയിൽ റെയിൽവേ പാളത്തിൽ ഒരു തണുത്ത രാത്രിയിൽ ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. ഞങ്ങൾ രണ്ടുപേരും റെയിൽവേ പാളത്തിൽ കിടന്നു. കൂട്ടുകാരെ കൊണ്ട് ഉപകാരമില്ലെന്ന് ആരും ഒരിക്കലും പറയരുത്. അന്ന് രാത്രിയിൽ റെയിൽവേ പാളത്തിൽ തലചായ്ച്ച് കിടക്കുമ്പോൾ എന്റെ കൂട്ടുകാരൻ എന്റെ ചെവിയിൽ പറഞ്ഞു, കണ്ണടച്ച് കിടന്നു കഴിഞ്ഞാൽ, റെയിൽവേ പാളത്തിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണു തുറന്നു നോക്കരുത്. കണ്ണു തുറന്നു നോക്കിയാൽ പിന്നെയും മരണത്തെ ഭയമാകും, ജീവിക്കുവാൻ ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് കണ്ണു തുറക്കരുത്. ഞാൻ പറഞ്ഞു, ഉമ്മ വന്ന് വിളിച്ചാലും കണ്ണു തുറക്കുന്ന പരിപാടിയില്ല. ഞങ്ങൾ രണ്ടുപേരും ആ റെയിൽവേ പാളത്തിൽ മരണം പ്രതീക്ഷിച്ച് കണ്ണുകൾ അടച്ച് ആ തണുത്ത രാത്രിയിൽ കിടക്കുകയാണ്. ദൂരെ നിന്നും ട്രെയിനിന്റെ ശബ്ദം എനിക്ക് കേൾക്കും. റെയിൽവേ പാളത്തിലൂടെ ആ ശബ്ദം സ്പന്ദനമായി എന്റെ ചെവിയിലെത്തുന്നുണ്ട്. അതിനേക്കാൾ ഉച്ചത്തിൽ എന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് എനിക്ക് കേൾക്കാം. അങ്ങനെ ആ റെയിൽവേ പാളത്തിൽ മരണം പ്രതീക്ഷിച്ച് കണ്ണുകൾ അടച്ച് കിടക്കുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നൊരു ചോദ്യം അതിങ്ങനെയായിരുന്നു: ഇന്ന് രാത്രിയിൽ നീ മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചിലവഴിക്കും? ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു പാപിയായി, പാപത്തിന് മോചനം ലഭിക്കാതെ ഒരു കൊടുംപാപിയായി എന്റെ ജീവിതം അന്ന് റെയിൽവേ പാളത്തിൽ ഉപേക്ഷിച്ചാൽ എന്റെ നിത്യത ഞാൻ എവിടെ ചിലവഴിക്കുമെന്ന ചോദ്യമാണ് എന്റെ മനസ്സാക്ഷി എന്റെ മുന്നിൽ വയ്ക്കുന്നത്. ചെറുപ്പത്തിൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ബൈബിളിൽ ഞാൻ അറിയാതെ വായിച്ച് മറന്നുപോയ, ഉപേക്ഷിച്ചു പോയ വാക്യങ്ങൾ ഓരോന്നായി ജീവൻ വെച്ച് ആ രാത്രിയിൽ എന്നോട് സംസാരിക്കുകയാണ്. ആ വചനം എന്റെ ഹൃദയത്തോട് ഇടപെടുകയാണ്. ആ രാത്രിയിൽ റെയിൽവേ പാളത്തിൽ പാപത്തിന് പരിഹാരം വരാതെ ഞാൻ മരിച്ച, മരണം കൊണ്ട് എന്റെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന് എന്റെ ആത്മാവിനോട് പറയുകയാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയുമുണ്ട് എന്നാണ് എന്നെ ഓർപ്പിക്കുന്നത്. ഒരു പാപിയായ ദൈവസന്നിധിയിൽ നിന്ന ഒരുവൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം ഓരോരുത്തരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്ന് ആ രാത്രിയിൽ എന്റെ ഹൃദയം, എന്റെ മനസ്സാക്ഷി, എന്റെ ആത്മാവ് എന്നെ പ്രബോധിപ്പിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. എനിക്കറിയാം നരകം എത്ര ഭീകരമാണ് എന്ന്. ചെറുപ്പത്തിൽ ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. നരകം എത്ര ഭയാനകമാണ്. അവിടെ കത്തുന്ന തീയും, കെടാത്ത തീ, ചാകാത്ത പുഴു, അങ്ങനെ ഭയാനകമായിരിക്കും നരകത്തിലേക്ക് ഞാൻ വീണുപോകും. നിത്യ കാലം ഞാൻ നരകത്തിൽ, ഞാൻ പാതാളത്തിൽ, ഞാൻ അഗ്നിയിൽ വീണുപോകുമെന്നുള്ള ചിന്ത എന്റെ ഹൃദയത്തെ ഭരിച്ചു. എന്റെ മനസ്സിനോട് പറയുന്നു, കണ്ണു തുറക്ക്. ഞാൻ മെല്ലെ എന്റെ കണ്ണുകളെ തുറന്നു. എന്റെ കണ്ണുകളെ തുറന്നപ്പോൾ എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്റെ കൂടെ റെയിൽവേ പാളത്തിൽ കിടന്ന കൂട്ടുകാരൻ ഇടയില്ല. എന്നെ പാളത്തിൽ കൊണ്ടുവച്ച് എന്റെ പ്രാണസ്നേഹിതൻ ഓടിക്കളഞ്ഞു. അത്ര നല്ല സ്വഭാവമായിരുന്നു എന്റെ. പാളത്തിൽ കിടക്കുമ്പോൾ ഞാനൊരു പ്രാകൃത മനുഷ്യനായി. പെട്ടെന്ന് ട്രെയിൻ അടുത്ത് വരികയാണ്. വേഗത്തിൽ റെയിൽവേ പാളത്തിൽ നിന്നും ഇഞ്ചക്കാട്ടിലേക്ക് ഞാൻ മാറി. മരണത്തിന് ചൂളം കുത്തി ട്രെയിൻ കടന്നുപോയി. ആ പാളത്തിൽ ഞാൻ കിടക്കുമ്പോൾ ഞാനൊരു പ്രാകൃത മനുഷ്യൻ. പക്ഷെ അവിടെ എഴുന്നേൽക്കുന്നത് ഒരു മാനസികമായി തകർന്നവനെ പോലെയാണ്. ഞാൻ കണ്ടു, അരണ്ട വെളിച്ചത്തിൽ ഓവർബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് ഞാൻ മരിച്ചുവെന്ന് ഉറപ്പാക്കി എന്റെ സ്നേഹിതൻ നിൽക്കുന്നത് ആ രാത്രിയിൽ ഞാൻ കണ്ടു. പാളത്തിൽ എഴുന്നേൽക്കുന്ന ഒരു ഭ്രാന്തനെ പോലെയാണ്. എന്റെ മാനസികമായി ഞാൻ തകർന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിൽ എന്നെ കണ്ട് രാത്രിയിൽ പേടിച്ച ആളുകൾ, പാമ്പും തേളും പിശാചും ഇറങ്ങുന്ന രാത്രിയിൽ റോഡിലൂടെ ഞാൻ കടന്നുപോകും. പകൽ സമയങ്ങളിൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും കെട്ടിടങ്ങളിൽ അഭയം പ്രാപിക്കും. രാത്രിയിൽ പുറത്തു വരും. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം, മാനസികമായി തകർന്നുപോയ ഒരു കാലഘട്ടം, വെളിച്ചത്തെ ഭയന്ന കാലഘട്ടം, ഇരുട്ടിനെ സ്നേഹിച്ച കാലഘട്ടം. രാത്രിയിൽ ഞങ്ങളുടെ നാട് സെമിത്തേരികളുടെ നാടാണ്, ശ്മശാനങ്ങളുടെ നാടാണ്. അവിടെ പഴയ കത്തോലിക്ക പള്ളിയുടെയും CSI പള്ളിയുടെയും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ശ്മശാനങ്ങളും അവിടുത്തെ വിണ്ടു കീറിയ സ്ലാബിന്റെ മുകളിൽ, കുഴിമാടത്തിന്റെ സ്ലാബിന്റെ മുകളിൽ ഞാൻ പോയി രാത്രിയിൽ കിടക്കും. അവിടെ ഇരുട്ടിന്റെ ആത്മാക്കളുമായി കട്ടപിടിച്ച് അവിടെ ചിലവഴിച്ച രാത്രികൾ, അങ്ങനെ ഭ്രാന്തമായി നടന്ന ഒരു കാലഘട്ടം. എന്നാൽ ഒരു സന്ധ്യയിൽ, സാധാരണ സന്ധ്യക്ക് പുറത്തു വരാറില്ല, എന്നാൽ അന്ന് ഞാൻ പുറത്തു വന്നു. സന്ധ്യക്ക് റോഡിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ
റോഡിന്റെ ഓരത്ത് ഒരു സംഘം ആളുകൾ കൂടി നിൽക്കും. വെളിച്ചമുണ്ട്, നല്ല ശബ്ദമുണ്ട്, നല്ല പാട്ട് എനിക്ക് അവിടുന്ന് കേൾക്കാം. ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന മാവലിക്ക രാജു സാർ ഇങ്ങനെ പാടും: ശാശ്വതമാർഗം യേശുവിലുണ്ട്, ആശ്വസിപ്പിച്ചിടും നിന്നെ എന്നും, സംഗയന്നേ വന്നിടുകിൽ നിന്റെ സങ്കടമില്ല തീർക്കുമവൻ. ആ പാട്ടെന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി. ഞാൻ ആ മൈതാനത്തേക്ക് ചെന്നു. അവിടെ കത്തുദാസൻ വിശുദ്ധ വേദപുസ്തകം തുറന്നു. ക്യാപ്റ്റൻ എം ശമുവേൽ എന്ന് അദ്ദേഹം നിത്യയിൽ ശ്രമിക്കും. അദ്ദേഹം വിശുദ്ധ വേദപുസ്തകം തുറന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപങ്ങൾ കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുമന്നിരുന്നാലും അത് പഞ്ഞു പോലെയായി തീരും. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ കരങ്ങളാൽ ഞാൻ പിടിക്കപ്പെട്ടു. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു ഞാൻ. ചങ്ങാതിമാരാൽ ഉപേക്ഷിക്കപ്പെട്ടു, ബന്ധുജനങ്ങളാൽ, സുഹൃത്തുക്കളാൽ എല്ലാം ഉപേക്ഷിക്കപ്പെട്ട എന്നെ അന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് തന്റെ അരികിലേക്ക് വിളിച്ചു. വരിക, നമുക്ക് തമ്മിൽ വാദിക്കാം. ആരും എന്റെ പ്രശ്നങ്ങൾ കേൾക്കുവാനുണ്ടായിരുന്നില്ല. എന്റെ അമ്മ എന്റെ തലയിൽ കൈവച്ച് പ്രാഗിയിരുന്നു: നീ മരിച്ചെങ്കിൽ നന്നായിരുന്നു. എന്റെ അപ്പനോട് പറഞ്ഞു: നീ ഏറ്റവും ദൂരേക്ക് പോയിക്കൊള്ളുക, ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ പോലും നീ മടങ്ങി വരരുത്. എന്നാൽ അന്ന് രാത്രിയിൽ ദൈവം എന്നോട് പറഞ്ഞു: വരിക, അടുത്തേക്ക് വരിക, നമുക്ക് സംസാരിക്കാം, നമുക്ക് സമ്മതിക്കാം. നിന്റെ പാപങ്ങൾ കടിച്ചുവപ്പായിരുന്നാൽ, നിന്റെ പാപങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അത് കടിച്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുമന്നിരുന്നാലും അത് പഞ്ഞു പോലെയായി തീരും. അന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ ദൃഢതരമായ ചങ്ങലയാൽ ഞാൻ ബന്ധിക്കപ്പെട്ടു, ആത്മാവിനാൽ പിടിക്കപ്പെട്ടു. ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ദേവദാസൻ ആത്മാവിൽ മറുപടി പറഞ്ഞു: അവന്റെ പുത്രനായ നീ ഒരു പാപിയാണെന്ന് ആദ്യം പറയാം. നീ ഒരു പാപിയാണെന്ന് ഏറ്റു പറയാം. നീ ഒരു പാപിയാണെന്ന് ഏറ്റു പറഞ്ഞു നിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിലെ ക്രൂശിൽ കർത്താവായ യേശു യാഗമായി തീർന്നുവന്നു, മരിച്ചുകൊണ്ടും അടക്കപ്പെട്ടുകൊണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ടും നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റു പറയും, എങ്കിൽ നീ രക്ഷിക്കപ്പെടും. നിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരും. നീ ഒരു പുതിയ സൃഷ്ടിയായിത്തീരും. നിന്റെ ലംഘനങ്ങൾ മാറും. നിന്റെ പാപങ്ങൾ അതെത്ര കടിച്ചുവപ്പായിരുന്നാലും അവിടുത്തെ പുത്രനായ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ അത് മാഞ്ഞു പോകും. നിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരും. അന്ന് കിട്ടിയ പിടിവള്ളിയിൽ ഞാൻ പിടിച്ചു. ഞാൻ പറഞ്ഞു: യേശുവേ, ഞാനൊരു പാപിയാണ്, ഞാനൊരു മഹാപാപിയാണ്. എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിലെ ക്രൂശിൽ അവിടുന്ന്, യേശുവേ, അവിടുന്ന് മരിച്ചുവെന്നും അടക്കപ്പെട്ടുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് രാത്രിയിൽ യേശുവിനെ രക്ഷിതാവായി, കർത്താവായി, ദൈവമായി അംഗീകരിച്ച ആ രാത്രിയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്റെ പാപങ്ങൾക്ക് പരിഹാരം വന്നു. ഞാൻ പുതിയ സൃഷ്ടിയായി മാറി. ഞാൻ ഏത് മതത്തിൽ നിന്നുള്ളവരാണെന്ന് ചിന്തിച്ചില്ല. എന്റെ മതക്കാരെന്ത് പറയുമെന്നോ, എന്റെ വീട്ടുകാരെന്ത് പറയുമെന്നോ, സമൂഹം എന്നെ കുറിച്ച് എന്ത് പറയുമെന്നുള്ളത് എനിക്ക് പ്രശ്നമായിരുന്നില്ല. ഞാൻ ഭ്രാന്തനായ ഒരു മനുഷ്യനെ പോലെ അലഞ്ഞു കിഴിഞ്ഞു നടന്നവനാണ്. എന്നാൽ അന്ന് രാത്രിയിൽ കർത്താവിനോട് സംസാരിച്ചു: നമുക്ക് വാദിക്കാം, നമുക്ക് സമ്മതിക്കാം. നിന്റെ പാപങ്ങൾ കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും. രാത്രിയിൽ യേശുവിനെ രക്ഷിതാവായി, കർത്താവായി, ദൈവമായി ഏറ്റുപറഞ്ഞ ആ രാത്രിയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. ഞാൻ ദൈവസഭയുടെ അംഗമായി മാറി. അങ്ങനെ അന്ന് ക്യാപ്റ്റൻ എം ശമുവേൽ നയിച്ചിരുന്ന മാറാനാഥ ക്രൂസേഡ്, അവരുടെ ആ ടീമാണ് അവിടെ കൺവെൻഷൻ നടത്തിയിരുന്നത്. ഒരു ഐക്യ ക്രിസ്തീയ കൺവെൻഷനായി. അവരെന്നെ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവരെനിക്ക് ആഹാരം കൊണ്ടുവന്ന രാത്രിയിൽ അവരുടെ നടുവിൽ ഞാൻ കിടന്നു. ശവക്കോട്ടയിൽ കിടന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. പ്രേതാത്മാക്കൾ എന്നെ തിരിച്ചു മറിച്ച് താരാട്ട് പാടിയിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ലഹരിയിൽ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അന്ന് രാത്രിയിൽ ആ ദൈവമക്കളുടെ നടുവിൽ ശാന്തമായി ഞാൻ ഉറങ്ങി. അവരിൽ പലരും മരിച്ചുപോയി, ആ സംഘാടകരിൽ പലരും മരിച്ചുപോയി. എന്നാൽ ഇന്ന് ചിലരൊക്കെ ഉണ്ട്, അവരെന്നെ കാണുമ്പോൾ പറയും: ബ്രദർ, വീട്ടിലാണ് വിളിക്കുന്നത്, ബ്രദർ, നീ അന്ന് ഞങ്ങളുടെ നടുവിൽ ഉറങ്ങുമ്പോൾ ഞങ്ങൾ നേരം പുലരും വരെയും നിനക്ക് ചുറ്റുമിരുന്ന് നിനക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നിനക്ക് വേണ്ടി ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. രാത്രി മുഴുവൻ അവരെനിക്ക് ചുറ്റുമിരുന്ന് ഉറങ്ങാതെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നുവെന്ന് അവരിന്നും പറയും. അതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും എന്റെ ഈ എളിയ സാക്ഷി അത് എനിക്ക് വേണ്ടി ഉറക്കമുളച്ചിരുന്ന ആ ദേവദാസന്മാർക്ക് വേണ്ടി സമർപ്പിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കും. അങ്ങനെ അന്ന് രാത്രിയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം
സ്നാനപ്പെടുവാനുള്ള തീരുമാനമായി. ക്യാപ്റ്റൻ സാമുവൽ കുമ്പനാട് കൺവെൻഷന് അവിടെ കൊണ്ടുപോയി അവിടെ വെച്ച് എനിക്ക് സ്നാനം നൽകി. അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ വചനം പഠിക്കുവാനായൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായി. വിവിധ ഇടങ്ങളിലൊക്കെ കർത്താവിന്റെ വചനം പഠിക്കുവാനായി കടന്നുപോയി. അതിനുശേഷം വിവിധ ഗ്രൂപ്പുകളോടൊപ്പം സഞ്ചരിച്ച് ഒടുവിൽ തിരുവട്ടാക്ഷരം സാറിന്റെ ടീമിനോടൊപ്പം ഒക്കെ സഞ്ചരിക്കുവാനും തെരുവിൽ പ്രസംഗിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഇന്ന് ഒരു ഭാര്യയുണ്ട്, മകനുണ്ട്. പ്രധാനമായും തെരുവുകളിൽ കർത്താവിനെ പ്രസംഗിക്കുന്നു. കാരണം തെരുവിൽ നിന്നപ്പോഴാണ് കർത്താവ് എന്നെയും വിളിച്ചത്. അതുകൊണ്ട് തെരുവുകളിൽ ഏതാണ്ട് ആഴ്ചയിൽ 4-5 ദിവസം കഴിയുമെങ്കിൽ എല്ലാ ദിവസങ്ങളിലും കർത്താവിന്റെ സാക്ഷിയെ തെരുവിൽ നിൽക്കുന്നു, പരസ്യയോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. ഒപ്പം ഈവനിങ് മുട്ടത്ത് കൺവെൻഷനുകൾ, കോളനികൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ, ഒപ്പം പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് പോലുള്ള ചെറിയ ഫിലിമുകളൊക്കെ കാണിച്ച് ആ കർത്താവിന്റെ പീഡാനുഭവങ്ങളെ കാണിച്ച് കർത്താവിന്റെ സുവിശേഷം അറിയിക്കുക ഒക്കെ അങ്ങനെ ആ നിലയിൽ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. ഒപ്പം കോട്ടയം പട്ടണത്തിൽ, കോട്ടയം, ചങ്ങനാശ്ശേരി തുടങ്ങിയ ചെറിയ ചെറിയ പട്ടണങ്ങളിൽ ഉച്ച സമയത്ത് അല്ലെങ്കിൽ രാത്രി അഗതികൾ കത്താഴം എന്ന പേരിൽ കടത്തണ്ടകളിൽ അഭയം പ്രാപിക്കുന്ന മാനസികമായി തകർന്നവർ, മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കൊക്കെ കഴിവതും അവർക്ക് രാത്രി സമയങ്ങളിൽ അഗതികൾ കത്താഴം എന്ന പേരിൽ ആഹാരം കൊടുക്കുന്നു. ഉച്ചയ്ക്ക് അവർ തേടിയെത്തുന്നു. അവർക്ക് ആഹാരം കൊടുക്കുന്ന ധാരാളം ആളുകളുണ്ട് എങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരോട് സുവിശേഷം അറിയിക്കുന്നു. അങ്ങനെ ആ ഒരു പ്രവൃത്തിയും ചെയ്തു വരുന്നു. ഒപ്പം സദയൻ മിഷൻ, സദയൻ ഗോസ്പൽ ടീം എന്നത് നമ്മുടെ തിരുവട്ടാ കൃഷ്ണൻകുട്ടി സാറിന്റെ ടീമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് ദൈവം എന്നെയും പരസ്യയോഗങ്ങൾക്കായി പ്രേക്ഷിത പ്രവർത്തനത്തിനായി ദൈവം വിളിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടീം, സദയൻ ഗോസ്പൽ ടീം, ഒരു അത് നമുക്കത് തുടർന്ന് അത് ഏറ്റെടുക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ സാങ്കേതികമായിരിക്കുന്ന പല ബുദ്ധിമുട്ടുകൾ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ നിലയിൽ ഞാൻ ഏറ്റെടുത്തില്ല. എന്നാൽ പിന്നീട് സദയൻ മിഷൻ ഫൗണ്ടേഷൻ എന്ന നിലയിൽ ഒരു ട്രസ്റ്റായി രൂപീകരിച്ചു. അഗതികൾക്ക് ആഹാരം കൊടുക്കുകയും സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുകയും മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും തീരപ്രദേശങ്ങളിലൂടെ ഇപ്പോൾ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആലപ്പുഴ കേന്ദ്രീകരിച്ച തീരപ്രദേശങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിന്റെ ആ സദയൻ മിഷൻ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ഒരു ഭാഗമായി സദയൻ ഗോസ്പൽ ടീം ഫോം ചെയ്ത് കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. ഇതാണ് എന്റെ വലിയ സാക്ഷ്യം. പ്രത്യേകമായി ഇവിടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവനാമം പെരുമാറാകട്ടെ. ഇവിടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടാകണം. ഈ നമ്മുടെ ഈ പരസ്യ ശുശ്രൂഷ മേഖലകളിലൊക്കെ കടന്നു പോകുമ്പോഴുള്ള അങ്ങനെയുള്ള പ്രത്യേകമാകുന്ന അനുഭവങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സുവിശേഷ വിരോധികളായുള്ള പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ 1-2 അനുഭവങ്ങള്? അതായത് ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ ഇപ്പോൾ 3 പ്രാവശ്യം യാത്ര ചെയ്തു. അതില് നമ്മള് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുടെയും നടുവിൽ കർത്താവിനെ പ്രസംഗിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. കാരണം അവരുടെ വിശ്വാസങ്ങളെ പൂർണ്ണമായി അവരുടെ വിശ്വാസങ്ങളെ നമ്മൾ മാനിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ആണ് കർത്താവിനെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവരുണ്ടാക്കിയിട്ടില്ല. എന്നാൽ കാസർഗോഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ, കാസർഗോഡ് ഉൾപ്രദേശങ്ങൾ, കണ്ണൂര് കാസർഗോഡുള്ള പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവർ സംഘമായി പലപ്പോഴും ആക്രമിക്കുവാൻ എത്തിയിട്ടുണ്ട്. അവർ ഞങ്ങളെ നാട് കടത്തിയിട്ടുണ്ട്. വലിയ വലിയ ഭീഷണിയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഭീഷണി ഇന്നും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ വിശ്വാസിയായി വീട്ടിലിരിക്കുന്നതിൽ പ്രശ്നമില്ല. എന്റെ പേര് മാറണം, സിയാദ് മുഹമ്മദ് എന്നുള്ള പേര് മാറണം. യേശുവിനെ അങ്ങനെ തെരുവിൽ നിന്നും പ്രസംഗിക്കുവാനുള്ള അതിനെതിരെയൊക്കെയുള്ള ഭീഷണികളൊക്കെ ശക്തമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ശാരീരികമായ ആ നിലയിലുള്ള പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ദൈവം അതിനെ അനുവദിച്ചിട്ടില്ല. ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വിശ്വാസത്തിലേക്ക് എത്തിയിട്ടുണ്ടോ കർത്താദാസിനെ? അമ്മ ഈ കഴിഞ്ഞിടയിൽ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചു. അതുകൂടാതെ കോട്ടയത്തെ ഒരു വലിയൊരു ഫാമിലി ഉണ്ട്. പേര് പറഞ്ഞാൽ അറിയാം, വലിയ ഫാമിലിയാണ് കോട്ടയത്തെ. അവിടെയുള്ള ഒരു ആന്റി 1 മാസം മുമ്പ് അവരെ പരിചയപ്പെടുകയും സുവിശേഷം പറയുകയും ചെയ്തു. അവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവർ ആരാധനയ്ക്ക് പോകുവാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ പല ആളുകൾ. എന്നാൽ മുന്നോട്ട് വരുന്നവര് പലരും നമ്മൾ പോകുമ്പോൾ
ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ആരെങ്കിലും മുന്നോട്ട് വരുന്നവരെ അവരാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ പിന്നീട് എനിക്ക് പലരെയും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനം മുഖാന്തരം മുന്നോട്ട് വന്ന് പലരെയും കാണുവാനായി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആട്ടെ, കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, സുവിശേഷ പ്രചരണം കൊണ്ട് അനേകരെ കർത്താവിലേക്ക് അടുക്കുവാനും അടുപ്പിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം ദൈവം തന്നല്ലോ. ആർക്കും വേണ്ടാതെ കോട്ടയം പട്ടണത്തിന്റെ നടുവിൽ അലഞ്ഞു തിരിഞ്ഞ അനുഭവത്തിൽ നിന്ന് രക്ഷിതാവിനെ കണ്ടുമുട്ടുവാൻ ദൈവം ഇടയാക്കിയല്ലോ. തുടർന്നും കർത്തൃദാസന്റെ പ്രവർത്തനങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. എളിയവർ കുടുംബമായി ഞങ്ങളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിദാസൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചു. ഇതൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. പറഞ്ഞാട്ടെ. നമ്മള് ഈ കർഷകങ്ങൾക്കായി ഉപയോഗിക്കുന്ന സൗണ്ട് സിസ്റ്റം ഉണ്ട്. എന്നാൽ ഒരു പിടിയും കൂടെ നമ്മൾ ഈ കോർണർ മീറ്റിങ്ങുകൾ, കോളനി മീറ്റിങ്ങുകൾ, മുറ്റത്ത് കൺവെൻഷനുകൾ ചെയ്യാനുള്ള സൗണ്ട് സിസ്റ്റം ആയി വരുന്നതേ ഉള്ളൂ. ഓക്കെ. ഒരു വലിയ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. 1-2 സിസ്റ്റം, ഒരു മൈക്ക് സിസ്റ്റം ഒക്കെ ആവശ്യമാണ്. അത് പ്രാർത്ഥനയിൽ ഓർക്കണം. ഓക്കെ. കർത്താവിദാസന്റെ ആവശ്യത്തെ ദൈവം നിശ്ചയമായിട്ടും അത് പരിഹരിച്ചു തരും. അതിന് വേണ്ടതായ സാവകാശങ്ങളും സന്ദർഭങ്ങളും ദൈവം നിശ്ചയമായിട്ടും ഒരുക്കി തരും. ഓക്കെ. പാസ്റ്റർ പേരെന്ന് പറഞ്ഞേ? എന്റെ പേര് പാസ്റ്റർ തോമസ് ജോർജ്. നമ്മുടെ ചാനലിന്റെ പേര് ജോയ്സ് TV. ജോയ്സ്. പേരെന്നോട് പറഞ്ഞേ? എന്റെ പേര് പാസ്റ്റർ തോമസ് ജോർജ്. ചാനലിന്റെ പേര് ജോയ്സ് TV. പ്രാർത്ഥിക്കട്ടെ. ഓക്കെ. ഞങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ സാവകാശത്തിനായി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു സന്ധ്യാസമയം, ഒരു രാത്രി സമയം അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകി. പകൽ സമയം ഞങ്ങളായിരുന്ന ഇടങ്ങളിലെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സൂക്ഷിച്ചതുകൊണ്ട്, അവിടുത്തെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ മറച്ചതുകൊണ്ട്, ഓരോ നിമിഷവും ആലോചന പറഞ്ഞ് ഞങ്ങളെ നടത്തിയതുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും കഷ്ടതകളുടെ നടുവിലായിരുന്നു, ഭീഷണികളുടെ നടുവിലായിരുന്നു, മരണവ്യൂഹത്തിന്റെ അരികിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. എന്നാൽ അവിടെയെല്ലാം അവിടുത്തെ ശക്തമായ കരങ്ങൾ കൊണ്ട് ഞങ്ങളെ പരിപാലിച്ചു. ഒരമ്മയുടെ ആർദ്രതയോടെ ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങളുടെ ശരീരങ്ങളെയും ഞങ്ങളുടെ ജീവനെയും ഞങ്ങളുടെ ആത്മാക്കളെയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ അങ്ങ് സൂക്ഷിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. കർത്താവേ, പ്രശ്നമുഖരിതമായിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. എല്ലാ കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും എല്ലാം ശബ്ദങ്ങളാണ് ഞങ്ങൾ കേൾക്കുന്നത്. അനേകർ നിരാശരായി ജീവിതത്തെ മടുത്ത് ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. കർത്താവേ, എന്നാൽ നശിച്ചു പോകുന്നവർ നടുവിൽ രക്ഷയുടെ അനുഗ്രഹീതമായ തീനാളമാക്കി ഞങ്ങളെ തീർക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രതീക്ഷാ ഗോപുരമാക്കി ഞങ്ങളെ മാറ്റിയത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഒരു വിളക്കുമാടം പോലെ ഇരുൾ വീണ ലോകത്തിൽ കഷ്ടതകളിലേക്ക്, പ്രയാസങ്ങളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, നിരാശകളിലേക്കൊക്കെ കടന്നു പോകുന്ന ഈ ലോകത്തിന് നടുവിൽ പ്രകാശ ഗോപുരമാക്കി ഞങ്ങളെ തീർത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ രാത്രി സമയം അവിടുത്തെ സന്നിധിയിൽ കണ്ണുകളടച്ചിരിക്കുന്ന, അവിടുത്തെ സന്നിധി, അവിടുത്തെ മുഖത്തേക്ക് കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന അങ്ങയുടെ ജനത്തെ സഹായിക്കണമേ. അവിടുത്തെ സുവിശേഷ ദൗത്യവുമായി തെരുവുകളിൽ നിൽക്കുന്നവരോട് കരുണ കാണിക്കണമേ. ആവശ്യങ്ങളിൽ സ്വർഗത്തിന്റെ ജാലകങ്ങൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതാൽ പ്രിയ കർത്തൃദാസനെ അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുന്നു. പ്രിയ കർത്തൃദാസ് നേതൃത്വം കൊടുക്കുന്ന ജോയ്സ് TV ചാനലിനെ അവിടുത്തെ കരങ്ങളിൽ, ആണിപ്പഴുതുള്ള കരങ്ങളിൽ അടിയങ്ങൾ ഫലമേൽപ്പിക്കുന്നു. കർത്താവേ, ആവശ്യങ്ങളിലെല്ലാം സ്വർഗത്തിന്റെ ജാലകങ്ങൾ തുറക്കണം. കടന്നു പോകുമ്പോൾ ഇടത്തും വലത്തും ഭൂതഗണങ്ങളാൽ കാവൽ ചെയ്യണം. ഓരോ നിമിഷവും ആലോചന പറഞ്ഞ് അങ്ങ് സഹായിക്കണം. അനേകരുടെ നടുവിൽ കർത്താവിന്റെ വിശ്വസ്ത സാക്ഷിയായി നിൽക്കുവാൻ കർത്തൃദാസനെയും ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുന്നു. കർത്താവെ, സഹായിക്കണമേ. ആവശ്യങ്ങളിലെല്ലാം അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിക്കായി പിന്നെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാവരെയും ഈ രാത്രിയിൽ ഈ സാക്ഷ്യം ശ്രദ്ധിച്ച, ഈ വചനം ശ്രദ്ധിച്ച, ഈ വാക്കുകളെ ശ്രദ്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജോയ്സ് ചാനലിനെയും അവിടുന്ന് കൃപയോടെ സൂക്ഷിച്ച് ആവശ്യങ്ങളിലെല്ലാം അനുഗ്രഹീതമായ വഴികളെ തുറന്ന്, പുതിയ പുതിയ വാതായനങ്ങൾ തുറന്ന് ഈ ചാനലിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കും
എല്ലാ കൃപകൾക്കുമായി സ്തോത്രം. ഞങ്ങൾ വിവിധയിടങ്ങളിലായിരിക്കുന്നല്ലോ, തമ്മിൽ കാണും വരെയും ഞങ്ങളുടെ ജീവനെയും ഞങ്ങളുടെ ശരീരങ്ങളെയും ഞങ്ങളുടെ ആത്മാക്കളെയും അങ്ങ് സൂക്ഷിക്കണമേ. രോഗികളായി ഈ രാത്രിയിലായിരിക്കുന്ന നിരവധി പേരുണ്ട് കർത്താവേ. രോഗത്തിലൂടെ കടന്നു പോകുന്ന അങ്ങയുടെ മക്കളുണ്ട്. അവർക്ക് ആശ്വാസമായിരിക്കണമേ. ആടിപ്പഴുതുള്ള ചോരപ്പാടുള്ള കരങ്ങൾ തൊട്ട് അവർക്ക് സൗഖ്യം നൽകണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. സ്വർഗീയ ജാലകങ്ങൾ അവർക്ക് വേണ്ടി തുറക്കണമേ. നിരാശയോടെ കടന്നു പോകുന്ന യൗവനങ്ങളുണ്ട് കർത്താവേ, അവരോട് കണ്ണ കാണിക്കണമേ. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തികളിൽ തകർന്നുപോയ ജീവിതങ്ങളുണ്ട് കർത്താവേ, അവരോട് ദയ കാണിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാർ വാർദ്ധക്യത്തിൽ പലരും കർത്താവെ ഏകരായിരിക്കുന്നവരുണ്ട് കർത്താവെ, അനാഥരെ പോലെ ആയിരിക്കുന്നവരുണ്ട് കർത്താവെ, അവരോടും കണ്ണ കാണിക്കണമേ. എല്ലാ നന്മകൾക്കും എല്ലാ കൃപകൾക്കുമായി സ്തോത്രം. എല്ലാ സാവകാശങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്കായി കാൽവരിയിലെ ക്രൂസിൽ തന്റെ ജീവനെ വെച്ചു കൊടുത്ത് അരിമക്കൽ ജോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടും മൂന്നാം നാൾ പ്രഭാതത്തിൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഞങ്ങളുടെ ആത്മനാഥനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.